കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ജപ്പാൻ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കോളേജ് ഓഫ് കൊമേഴ്സിൽ ഈ മാസം 19 രാവിലെ 9 മണി മുതൽ നടക്കുന്ന മേള മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ലാംഗ്വേജ് അക്കാദമി അധികൃതർ കണ്ണൂരിൽ അറിയിച്ചു. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 19 ജപ്പാൻ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ മേള ആരംഭിക്കും. +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, ബിടെക് കഴിഞ്ഞതോ, GDA, ANM, GNM, BSc നഴ്സിംഗ് കോഴ്സുകൾ കഴിഞ്ഞതോ ആയ 18-നും 27-നും ഇടയിൽ പ്രായമുള്ള തൊഴിലന്വേഷകർക്ക് 3 ജപ്പാൻ കമ്പനി പ്രതിനിധികളിൽ നിന്നും NSTC പ്രതിനിധികളിൽ നിന്നും നേരിട്ട് തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള അവസരമാണ് ലാംഗ്വേജ് അക്കാദമി അധികൃതർ ഒരുക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജപ്പാൻ ഭാഷ പഠിക്കാനും ജീറിയാട്രിക് കെയർ കോഴ്സ് ചെയ്യുന്നതിനുമായി കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയിൽ കുടുംബശ്രീ മുഖേന ജോയിൻ ചെയ്യുന്ന ഒരു പഞ്ചായത്തിലെ 5 പെൺകുട്ടികൾക്ക് ഫീസിന്റെ 50% സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ജപ്പാൻ ലാംഗ്വേജ് പഠിച്ച് NSTCയുടെ ഏതെങ്കിലും ചെന്നൈ സെന്ററിൽ പോയിട്ട് ജപ്പാനിൽ എടുക്കേണ്ട തൊഴിൽ എന്താണ്, ആ തൊഴിലിന്റെ പരിശീലനം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. കേന്ദ്ര ഗവൺമെന്റ് അവിടെ അക്കോമഡേഷനും ഫുഡും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവിടെ നിന്ന് ആ തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിംഗ് മുഴുവൻ നടത്തുന്നത് NSTC നേരിട്ടാണ്. അതായത് ഒരു പ്രൈവറ്റ് പാർട്ടികളുടെ അടുത്തും നമുക്ക് പോകുന്നതിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി പൈസ കൊടുക്കേണ്ട സാഹചര്യം ഇന്ന് ഇന്തോ ജപ്പാൻ കരാറിന്റെ ഭാഗമായി നിലവിലില്ല. ആകെ NSTCയിൽ മാത്രം പോയി അവിടുന്ന് പരിശീലനം സിദ്ധിക്കുക, അവിടുന്ന് പാസ്സാവുക, ജപ്പാൻ എംപ്ലോയറുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് അതിന്റെ COE സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ലെറ്റർ വരുന്ന സമയത്ത് മാത്രം NSTC പേയ്മെന്റ് അടയ്ക്കണം. അതും വളരെ തുച്ഛമായ പേയ്മെന്റ് ആണ് ഇപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ പോയ കുട്ടികളുടെ പെൺകുട്ടികളുടെ അടുത്ത് വാങ്ങിച്ചത് 1.5 lakhs-ഉം ആൺകുട്ടികളുടെ പ്രോസസ്സിംഗ് എല്ലാം കൂടെ 2 lakhs-ഉം ആണ് ഇന്ന് NSTC വാങ്ങുന്നത്. ഞങ്ങൾക്കതിന്റെ മേലെ യാതൊരു നിയന്ത്രണവുമില്ല. ഗവൺമെന്റാണ് അത് തീരുമാനിക്കുന്നത് കൊണ്ടുപോകുന്നതൊക്കെ. ഇപ്പം നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രയും ചാർജ് ഇനത്തിൽ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഈ 1.5 ലക്ഷം രൂപ പെൺകുട്ടികൾ അടയ്ക്കുന്ന അവരുടെ COE കയ്യിൽ കിട്ടിയതിനു ശേഷമാണ്. ഇതുകൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഫീസിന്റെ 60% മാത്രം അടച്ച് കോഴ്സ് പൂർത്തിയാക്കി ജപ്പാനിലെത്തി ജോലി ചെയ്ത് ശമ്പളം കിട്ടിയ ശേഷം ബാക്കി തുക അടക്കുന്നതിനുള്ള സൗകര്യവും കോളേജ് ഓഫ് കൊമേഴ്സ് ലാംഗ്വേജ് അക്കാദമി നൽകി വരുന്നുണ്ട്. ജപ്പാൻ ഭാഷാ പരിശീലനവും ഈ അക്കാദമിയിൽ നിന്ന് നൽകുന്നുണ്ട്. ഭാഷാ പഠനത്തിന് ശേഷം ജപ്പാനിലേക്ക് പോകുന്നതിനായി ഇന്റർവ്യൂകൾ ഒരുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയായ NSTC സെൻഡിംഗ് ഓർഗനൈസേഷനാണ്. കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ C. അനിൽകുമാർ, ലാംഗ്വേജ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ KM തോമസ്, ലാംഗ്വേജ് അക്കാദമി ഡയറക്ടർ TJ സന്തോഷ്, ലാംഗ്വേജ് അക്കാദമി ഓപ്പറേഷൻ മാനേജർ ലിജി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.